ഈ ഭാഗത്തുനിന്ന് എത്ര പറഞ്ഞു ഹലോ അവിടെ വലുതില്ല കൂമനാണ്. ആ കുളത്തിലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെ കുളത്തിൽ മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ വരും രാത്രി ഒന്ന്. ഞങ്ങൾ പുല്ലരിയാൻ വരുന്ന ഏരിയയാണ് ഇതൊക്കെ. ഇവിടെ ഒരുവിധം അരിഞ്ഞ് പോയപ്പോഴേക്കും ഒരു മഴയ്ക്ക് പിന്നെയും പൊന്തിയിട്ടുണ്ട്. ഫാമിൻ്റെ അടുത്ത് പോയാലോ? പോയൊക്കെ എന്തായി പണി? വാ ഞങ്ങളെ നാട്ടിൽ പുതിയൊരു ഫാം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ അവരെ പറമ്പാണ്. അവരെ പറമ്പേക്ക് ഞങ്ങൾ പുല്ലരി വരാറ്. അപ്പോൾ ഞങ്ങൾ ഫാമിൻ്റെ പണി എന്തായി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോണത്. ഇവിടെ ഇത് കാവല്ലേ? കുട്ടിച്ചാത്തൻ്റെ എന്താ ഒരു കുട്ടിച്ചാത്തൻ്റെ സേവക്കുള്ള ഏരിയ എന്ന് പറഞ്ഞു ഇവിടെ. എൻ്റെ ഞങ്ങളെ അച്ഛനൊക്കെ ഇവിടെ തേങ്ങയിടാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏറിങ്ങനെ വരുമല്ലേ, എവിടെ നിന്നാണ് കാണൂലെന്ന് അവർ പറഞ്ഞാണ്. അവർക്കറിയുണ്ടാവും. ഇതെന്താണ് ഇത്? എനിക്ക് തോന്നണേ ഇത് എന്താ ചാണകം ഒഴിവാക്കാനുള്ള കുഴിയാവും ഇത്ര അതിലെടുക്കുന്നത്. ഫാമിൻ്റെ പണി. ഇത് കിണറ് ഈ വഴിക്കൊന്നും ഞങ്ങൾ വരികയില്ല പേടിച്ചിട്ട്. അത്രയ്ക്കും പെരുങ്കാടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഫാം ഏകദേശം ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. മുകളിൽ റൂഫ് വയ്ക്കാനുള്ള ആ ഒരു പണിയും കൂടിയാണ് തോന്നുന്നു. രണ്ട് സൈഡിലും പശുക്കളെ നിർത്താനുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ ഇതാണല്ലോ അല്ലേ ഫാമാണ്. ആ അതന്നെ. ഇതെന്താ? അത് കിണറാ? അത് വേസ്റ്റ് വെള്ളം പോകാനുള്ള അതാവും. ആ ഒരു വേസ്റ്റ് ഇതാണ്. അതുകൊണ്ടോ പൈപ്പൊക്കെ ഇതവരെ മൂത്രം കഴുകണ വെള്ളം ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു വേസ്റ്റ് കുഴിയും ഉണ്ട്. പിന്നെ ഇതെന്താണ്? കമ്പോസ്റ്റിൻ്റെ അങ്ങനെ അതെന്തോണ്? ഇതെന്താണ് അറിയില്ല. ബയോഗ്യാസിൻ്റെ എന്താ എനിക്കറിയില്ല. വേസ്റ്റ് ഫാമിലി ആയിട്ട് നിൽക്കണ്ടിരിക്കില്ല. ഇവിടെ പണിക്ക് ഒരു അണ്ണനെയും വൈഫിനും വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ അല്ലല്ല ഇതാന്ന് തോന്നുന്നു അവർക്ക് നിൽക്കാനുള്ള. ഇതെന്താണ്? ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലിക്ക് നിൽക്കാനുള്ള ഒരു ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് കിച്ചൻ്റെ ഏരിയ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്ന ഫാം.